എസ് എസ് നന്ദഗോപൻ അതുപോലെ തന്നെ അരുൺ ആലത്തൂർ എന്നിവർ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ചേരുകയാണ്. നന്ദഗോപനിലേക്കാണ് ആദ്യം പോകുന്നത്. നന്ദൻ, ഈ തമിഴ്നാട്ടിൽ ഇന്നിപ്പോൾ ഈ കരൂർ സന്ദർശിച്ച മുൻ മുഖ്യമന്ത്രിയും AIADMKയുടെ ജനറൽ സെക്രട്ടറിയുമായ ഇടപ്പാടി പളനിസ്വാമി ആരോപിച്ച വലിയൊരു വിഷയമുണ്ട്. അതായത് തമിഴ്നാട്ടിൽ അടുത്ത കാലത്ത് DMK ഒഴികെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഏത് പരിപാടികൾ നടന്നു കഴിഞ്ഞാലും അതിന് പോലീസിൻ്റെ സൗകര്യം ഉണ്ടാകുകയില്ല, അവിടെ വെളിച്ചമുണ്ടാകത്തില്ല. അത്തരത്തിലുള്ള അനാസ്ഥകൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ DMK സർക്കാർ കഴിഞ്ഞ ദിവസം ഈ വിജയ് നടത്തിയ പരിപാടിയിലും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു വിമർശനം, അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. നന്ദൻ, ഈ ഒരു സംഭവം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്നുള്ളതിൽ കാര്യത്തിൽ തർക്കമില്ല. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ DMK രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുമ്പോഴും ഒരു കോണിൽ വലിയ വിമർശനം DMKക്കെതിരെ ഉയരുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാരിന്റെ അനാസ്ഥ ഇവിടെ എടുത്തു കാണിക്കപ്പെടുന്നു. ഈ പോലീസ് സംവിധാനങ്ങൾ വേണ്ട വിധം അവിടെ കരൂരിൽ ഒരുക്കാത്തത് തന്നെയാണ് ഈ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാന പ്രതിസ്ഥാനത്ത് സർക്കാർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരത്തെ എടപ്പാടി പളനിസ്വാമി സൂചിപ്പിച്ച പോലെ അത്തരം ചില വിഷയങ്ങൾ യാഥാർത്ഥ്യം കൂടിയുണ്ട്. DMKയുടെ രാഷ്ട്രീയ പരിപാടികൾക്ക് ഒഴികെ മറ്റൊരു പരിപാടികൾക്കും പോലീസ് കാര്യമായ സംരക്ഷണം ഒരുക്കാറില്ല. ഒപ്പം തന്നെ മറ്റ് വൈദ്യുതി സംവിധാനങ്ങളടക്കം നിഷേധിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ള പരാതികൾ പരക്കെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇത് സ്വാഭാവികമായും പോലീസിന്റെ അനാസ്ഥ എന്ന തരത്തിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് പോലീസ് അനുമതി നൽകിയതിൽ വലിയ പോരായ്മകൾ സംഭവിച്ചു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. 10,000 പേർ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പരിപാടിയിലേക്ക് കൂടുതൽ ജനങ്ങൾ എത്തിയപ്പോൾ ആ ജനങ്ങളെ തടുക്കാൻ വേണ്ടി പോലീസിനായില്ല എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഈ സ്ഥലം സംബന്ധിച്ചാണ്. ഈ മേഖലകളിൽ മറ്റ് വലിയ ഗ്രൗണ്ടുകളും അതേപോലെ തന്നെ മൈതാനങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ എന്തിന് ഇവിടെ വെച്ച് ഒരു വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് എന്തിന് ഈ പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ള ചോദ്യം മറുകൂണിൽ ഉയരുന്നു. ഒപ്പം തന്നെ ഇത്രയധികം സമയം നന്ദൻ, ഇപ്പോൾ അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, ഈ വിജയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ തമിഴ്നാട്ടിൽ അലയടിക്കുന്നു. ചെന്നൈയിൽ വിജയുടെ വസതിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം വിജയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമാവുകയാണ്. കാരണം ഈ ദുരന്തത്തിന് കാരണമായത് വിജയുടെ റാലിയാണ്. എന്നാൽ ആ ദുരന്തമുണ്ടായതിനു ശേഷം പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ഇയാൾ തിരുച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് രാത്രി തന്നെ പറക്കുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ വിജയ്ക്കെതിരെ പ്രതിഷേധം കടുക്കുകയും മാത്രമല്ല ഈ നടന്റെ തമിഴ്നാട്ടിലെ വസതിക്ക് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന അപ്ഡേറ്റ്സ് കൂടി വരുന്നത്? തീർച്ചയായിട്ടും നിലവിൽ വിജയ് ഈ തമിഴ്നാട് ചെന്നൈയിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വിജയുടെ വസതിക്ക് സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വിജയ് പോലീസിന്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ കരൂരിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ നാളെ അവിടെയൊക്കെ ആയിട്ട് പോലീസ് അനുവദിക്കുകയാണെങ്കിൽ കരൂരിലേക്ക് വരും എന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ വിജയ് വന്ന് ഇത്രയും വലിയ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ വിജയ്ക്ക് അതിനുവേണ്ട അനുമതി നൽകുമോ സർക്കാർ, പോലീസ് എന്നുള്ളത് അറിയേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിലവിലേതായാലും ഈ അപകടത്തെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷ കരൂരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലാണെങ്കിലും മെഡിക്കൽ കോളേജിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും ഒക്കെ നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉദയനിധി സ്റ്റാലിൻ വന്നപ്പോൾ പോലും വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വിജയ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് വരികയാണെങ്കിൽ അത് വീണ്ടും ഒരു ആൾക്കൂട്ടത്തിന് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അനുമതി നിഷേധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ഈ അപകടത്തിൽ ഇപ്പോൾ വിജയ് നഷ്ടപരിഹാരം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ആളുകൾക്ക് 2 ലക്ഷം രൂപ വീതവും മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപയുമാണ് വിജയ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ വിജയ് അത്തരത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചപ്പോഴും വിജയ്ക്കെതിരെയുള്ള വിമർശനവും കൂടുതൽ ശക്തമായിട്ട് തന്നെ തുടരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതേസമയം തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുമൊക്കെ പ്രതിനിധികളും നേതാക്കളും ഒക്കെ വന്ന് സന്ദർശിക്കുന്ന കാഴ്ചയും ഉണ്ട്. നിലവിൽ ആശുപത്രിയിൽ 35 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഇനി 4 പേരുടെ പോസ്റ്റ്മോർട്ടം കൂടെയാണ് പൂർത്തിയാക്കാനായിട്ട് ഉള്ളത്.
ആ പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയാകുന്ന മുറയ്ക്ക് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ്. അരുണൊപ്പം ആ, ഇന്നലെ സ്റ്റാലിനാണെങ്കിലും ഇന്നിപ്പോൾ ഉദയനിധി സ്റ്റാലിനാണെങ്കിലും ഈ സ്ഥലത്തെത്തുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നില്ല. അതിലേറ്റവും പ്രധാനം കാര്യമായ പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഈ 10,000 പേർക്ക് അനുമതി നൽകിയ സ്ഥലത്ത് ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് ആളുകൾ എത്തിയപ്പോൾ എന്തുകൊണ്ട് ഈ പരിപാടി തടയാൻ ശ്രമിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഉദയനിധിയോടും അതോടൊപ്പം തന്നെ MK സ്റ്റാലിനോടുമൊക്കെ ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരം ചോദ്യങ്ങൾക്ക് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന മറുപടി മാത്രമാണല്ലോ ഈ 2 നേതാക്കളും ഒപ്പം മറ്റ് DMKയുടെ പ്രമുഖ നേതാക്കളും ഒക്കെ നൽകുന്നത്. ഭാഗത്തുനിന്നും കൃത്യമായ ഉത്തരങ്ങൾ പലതിലും ഇല്ല. പോലീസ് എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ വിജയി ഇതിനു മുൻപ് വിവിധ ജില്ലകളിൽ നടത്തിയ പരിപാടികളിൽ വലിയ ആൾക്കൂട്ടം വന്നിട്ടുണ്ട് എന്നിരിക്കെ ഇവിടെ 10,000 പേർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വിജയുടെ TVK കത്ത് നൽകുമ്പോൾ അത് അത്തരത്തിലായിരിക്കില്ല. കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമുണ്ടായിട്ടും അത് എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ വരുമെന്ന് കണക്കിലെടുത്ത് ഈ പരിപാടിക്ക് അനുമതി നിഷേധിക്കുകയോ അതല്ലെങ്കിൽ അവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയോ ഒക്കെ ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അത് പോലീസിന്റെ വലിയ വീഴ്ചയല്ലേ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ഉദയനിധി സ്റ്റാലിനോടും ഒക്കെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കൃത്യമായ ഉത്തരം പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ പോലീസ് ഈ വിഷയങ്ങളിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയോ എന്ന് ADGPയോട് ഉൾപ്പെടെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നത് മാത്രമാണ്. നിലവിൽ TVKയുടെ ജില്ലാ നേതാവിനെതിരെ കേസെടുത്തൊഴിച്ചാൽ വിജയ്ക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കുമോ എന്നുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തമായ മറുപടി പോലീസോ മറ്റോ പറയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ TVKയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ DMKയും സർക്കാരിനെയും പഴിചാരുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളാണെങ്കിലും X ഹാൻഡിലുകളിലെ പോസ്റ്റുകളാണെങ്കിലും ഒക്കെ അവർ ഇട്ടിട്ടുണ്ട്. അതേസമയം തന്നെ DMK ഹാൻഡിലുകളിലാണെങ്കിൽ വ്യാപകമായി വിജയിയെയും അതുപോലെ തന്നെ TVKയെയുമാണ് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇരു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുമ്പോഴും അതിൽ രണ്ടിടത്തും വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുജനം പറയുന്നത്.